BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇടതു നിരീക്ഷകൻ എ ജയചന്ദ്രൻ എന്നിവരാണ് നമുക്കൊപ്പമുള്ളത്. ഉല്ലാസ് ബാബു, ഇടതു നിരീക്ഷകനായ ജയചന്ദ്രന് പോലും VS സുനിൽകുമാർ പറഞ്ഞത് രാഷ്ട്രീയമായി ദഹിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ എങ്കിലും VS സുനിൽകുമാർ പറയുന്നത് ഈ ചോറിങ്ങും കൂറങ്ങുമായി കുറച്ചു കാലമായിട്ട് ഈ വർഗീസ് കളി തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. നിങ്ങളും വർഗീസിനെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കരക്കമ്പി. മാത്രമല്ല, നാളെ ചേരുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണല്ലോ BJP-യുടെ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത്. അതിൽ വർഗീസിനെ ഏതെങ്കിലും തരത്തിൽ ഉല്ലാസ് ബാബു നിങ്ങൾ നോട്ടം ഇട്ടിട്ടുണ്ടോ? തുറന്നു പറഞ്ഞാൽ. ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ. ഇപ്പം ഇന്നത്തെ ഒരു വിഷയത്തിൽ സുനിൽകുമാർ ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയമല്ല ഞങ്ങളവിടെ ചെയ്തത്. ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സന്ദേശയാത്ര കൈമാറിയതാണ് വളരെ കൃത്യമായിട്ട് ഒരു സ്നേഹ സന്ദേശം. രണ്ടാമത്തെ കാര്യം ഞാൻ ഓർക്ക് വരട്ടെ, ഇന്ന് എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് സുനിൽകുമാർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം വരിയിലുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുത്തിത്തിരിപ്പാണ് ഇതെന്ന്. ഇതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല. ഇത് അദ്ദേഹം വളരെ ഭംഗിയായിട്ടൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു. കാരണം അദ്ദേഹത്തിന് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ അഭ്യാസങ്ങളുണ്ട്. നമ്മുടെ ഓർത്തഡോക്സ് മദ്രസനാധിപൻ ആരാ? മിലിറ്റിയോസ് തിരുമേനിക്ക് കേക്ക് കൊടുത്തായിരുന്നു. എന്താണ് കുഴപ്പം? ഓർത്തഡോക്സ് അല്ല, തൃശ്ശൂരിലെ ഓർത്തഡോക്സിൻ്റെ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അന്നത്തെ കോട്ടയം ഭദ്രാസനത്തിനെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥലമാണ്. ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ പരിപാടികൾക്കും പോകുന്ന സ്ഥലമാണ്. നമ്മൾ അതിനകത്ത് ഇപ്പോൾ സുനിൽകുമാർ മേയറുടെ വീട്ടിലേക്ക് ഒരു കേക്കും അദ്ദേഹത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു സന്ദർശനവും ഉണ്ടായി എന്നതിൻ്റെ പേരിൽ യാതൊരുവിധ രാഷ്ട്രീയവും അതിനകത്ത് കാണേണ്ടതില്ല. അവിടെ സുനിൽകുമാർ രാഷ്ട്രീയം കാണുന്നുവെങ്കിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളോട് സുനിൽകുമാറിന് വിരോധമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസങ്ങൾക്കും ക്രിസ്മസിനോടും ക്രിസ്മസ് കേക്കിനോടും സ്നേഹ സന്ദേശങ്ങളോടും സ്നേഹത്തെ കൈമാറുന്നതിനോടും പരിപൂർണ്ണ വിരോധിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിലൊക്കെ രാഷ്ട്രീയം മാത്രം കാണിക്കുന്നത്. നമുക്ക് എപ്പോഴും രാഷ്ട്രീയം ഭക്ഷിച്ച് രാഷ്ട്രീയം വിസർജിച്ച് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ലല്ലോ. ചില കാര്യങ്ങളിലൊക്കെ സൗഹൃദമുണ്ടാവും, സ്നേഹമുണ്ടാവും, ആത്മബന്ധങ്ങൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവില്ല. ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മേയറെ പോയി കാണുന്നു, ആ മേയർക്ക് ഒരു സ്നേഹ സന്ദേശം കൊടുക്കുന്നു, ഒരു കേക്ക് കൊടുക്കുന്നു എന്നുള്ളതിൽ മുഴുവൻ ഇതേപോലെയുള്ള ലാക്കാണ്, കണ്ണാണ്, സൂത്രമാണ് എന്ന് സുനിൽകുമാറിന് തോന്നുന്നുണ്ടെങ്കിൽ അപക്വമായ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് അദ്ദേഹത്തിന് കാണുന്നത്. അദ്ദേഹത്തിന് ആ പരാജയം സംഭവിച്ചതിന് ശേഷം ആ പരാജയത്തെ ഉൾക്കൊള്ളാൻ ഇന്നും പറ്റാത്തത് കൊണ്ടാണ് ഇന്നും ഇങ്ങനെ കുത്തിത്തിരിപ്പുമായിട്ട് പറഞ്ഞ പോലെ ഈ ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിൽ നിന്ന് അവരെ മാറ്റി കേക്ക് കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടിയാണോ ഈ യാത്ര? അല്ല, ക്രിസ്തീയ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഡൽഹിയിൽ നടന്ന പരിപാടിയിലുള്ള ഓരോ പ്രസംഗവും നിങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാർപ്പാപ്പയെ ക്ഷണിച്ചതായിക്കോട്ടെ, അവിടേക്ക് നമ്മുടെ ഒരു ടീമിനെ വിട്ടതായിക്കോട്ടെ, പൂവക്കാടൻ അച്ഛൻ്റെ പരിപാടിക്ക് വിട്ടതായിക്കോട്ടെ, ഏത് കാര്യത്തിലാണ് എങ്കിലും ക്രിസ്തീയ വിശ്വാസികളോടും ക്രിസ്തുമസിനോടും ഒക്കെ ഞങ്ങൾ നിലനിർത്തി പോരുന്ന ഒരു ശൈലിയുണ്ട്. ഞങ്ങൾ ആ സ്നേഹ സന്ദേശം വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഒരു സ്നേഹ സന്ദേശ യാത്രയെ ഇങ്ങനെ വിവാദമാക്കേണ്ടിയിരുന്നോ എന്നാണ് BJP ആവർത്തിച്ച് ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴും ചില കേന്ദ്രങ്ങളിലെങ്കിലും VS സുനിൽകുമാർ ഉയർത്തിയ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്. കാരണം ഒരു ഭാഗത്ത് പുൽമേട് തകർക്കുന്നു, മറുഭാഗത്ത് സ്നേഹ സന്ദേശ യാത്ര പോകുന്നു. മണിപ്പൂരിൽ ഇതുവരെയും പ്രധാനമന്ത്രി എത്തിയിട്ടില്ല. മിലിറ്റിയോസ് തിരുമേനിയുടെ വിമർശനം വന്നു. അവിടെ ഒരു നിലപാട്, ഇവിടെ ഒരു നിലപാട്, ഇതിനെ മറ്റെന്തോ പറയുമെന്നൊക്കെ മിലിറ്റിയോസ് തിരുമേനി വിമർശിക്കുന്നു. അപ്പോഴാണ് കേക്കുമായി വർഗീസിന്റെ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ബീന ഫിലിപ്പിന് കേക്ക് കൊടുക്കുന്നതുമില്ല. അപ്പോൾ ഇതൊക്കെ തൃപ്തികരമായ വിശദീകരണങ്ങളായി തോന്നുന്നുണ്ടോ ജയചന്ദ്രൻ മാഷേ? അത് ആ കാര്യം ഒന്ന് പറയാൻ പോലീസ് ചാവക്കാട് തടയുന്നു. അല്ല, എന്നോടല്ലേ ചോദ്യം? അതെ, അതെ പറയാനുള്ളത്. ഈ തൃശ്ശൂർ മേയർ ശ്രീ വർഗീസും കൂടെ ഇത് കേൾക്കുന്നെങ്കിൽ അദ്ദേഹത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും മറ്റൊരു വർത്തമാനം കുറച്ച് നാളായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പിന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ വർഗീസ്, ഇപ്പോഴത്തെ തൃശ്ശൂർ മേയർ, BJP സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ വരും എന്നാണ് കേൾക്കുന്ന ആ ഇപ്പോഴത്തെ കരക്കമ്പി. അതൊരു കരക്കമ്പിയായിട്ട് മാത്രമേ ഇപ്പം ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ CPIയുടെ സീറ്റാണ് തൃശ്ശൂർ. അവിടെ ശ്രീ ബാലചന്ദ്രനാണിപ്പോൾ MLA. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് മേയർ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് വരെയുള്ള വാർത്തകൾ അവിടുന്ന് പുറത്തു വരുന്നുണ്ട്. ആ തരത്തിലേക്ക് പക്ഷേ രാഷ്ട്രീയ കക്ഷികളാരും ഒരു അന്വേഷണം പോലും തുടങ്ങിയിട്ടുമില്ല. എങ്കിലും ഇത് കരക്കമ്പിയായിട്ട് മാത്രം നിൽക്കട്ടെ, അങ്ങനെ തന്നെയാണ് ഇപ്പം നിൽക്കുന്നതും. ഏതായാലും
ആ തരത്തിലേക്കൊക്കെ ഒരു മേയർക്ക് പോകാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂർ പിന്നെ കോർപ്പറേഷനിലെ കക്ഷിനില തന്നെയാണ്. ഒരൊറ്റ മേയറുടെ ബലത്തിലാണല്ലോ തൂങ്ങി നിൽക്കുന്നത് ഭരണം. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലൊരു തലോടൽ അദ്ദേഹത്തിന് ഭരണകക്ഷികളിൽ നിന്ന്, അതായത് ഭരണ പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് വിമർശകർ പറയാറുള്ളത്. അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ പോലും അത് പിന്നെ തലോടൽ അദ്ദേഹം നന്നായി ആസ്വദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴെങ്കിലും ഈ പിന്നെ ബിയോണ്ട് ദ ലിമിറ്റ്സ്, അതിർവരമ്പുകൾ ലംഘിച്ച് ചാടാൻ ഒരു ത്വര നിരന്തരം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് മേയർ ശ്രീ വർഗീസ് മാറാറുള്ളത് എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ കേട്ടോ, ശത്രുക്കളല്ല പറയുന്നത്. അപ്പൊ അതൊക്കെ മേയർ ഉൾക്കൊള്ളുന്നത് പിന്നെ നല്ലതാണ്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഇന്നത്തെ പ്രസ് മീറ്റിലെ മറുപടിയൊക്കെ നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ സുനിൽകുമാറിനോട് പോയി ചോദിക്കൂ എന്ന് പറയുമ്പോൾ പക്ഷെ നമുക്ക് അവിടെ എന്തോ മണക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ പിന്നെ ഗന്ധങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ അദ്ദേഹം പരിശുദ്ധനാകണം എന്ന് ഞാൻ പറയില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് സന്യാസമൊന്നുമല്ല, അതിൻ്റെ ആയിട്ടുള്ള വഴികൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് സന്യാസിയൊന്നും ആവണമെന്ന അർത്ഥവുമില്ല. പക്ഷേ ഒരു വ്യക്തത വേണം. ഞാൻ LDF കാരനാണ്, CPM കാരനാണ്, ഞാൻ അവരുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സുനിൽകുമാറിനെ പോലുള്ള നേതാവിനെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ന്യായീകരണമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും വിമർശിക്കുന്നില്ലല്ലോ എന്നെ എന്ന് പറയുന്നതൊന്നും അതിലൊന്നും ഒരു ഞാൻ കാണുന്നില്ല. മറ്റൊരാഖ്യാനം കൂടി നൽകുന്നുണ്ട്. ഈ Debate with Dr. Arun Kumar.